മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വെറ്റിനറി സർവകലാശാലയ്ക്ക് ഭൂമി കൈമാറുന്നതിനെ ചൊല്ലി മന്ത്രിസഭായോഗത്തിൽ പാർട്ടി മന്ത്രിമാർ തർക്കിച്ചതിൽ CPI നേതൃത്വത്തിന് അതൃപ്തി. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. തർക്കമുണ്ടായില്ലെന്നും ആലോചിക്കാതെ വിഷയം വന്നതിൽ അഭിപ്രായം പറയുകയാണ് ചെയ്തതെന്നുമാണ് മന്ത്രിമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകുന്നത്. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്തിന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണിയും പ്രസാദും തമ്മിൽ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭായോഗത്തിൽ തന്നെ തർക്കിച്ചത്. ഇപ്പോൾ എന്താണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? മന്ത്രിമാർ എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്? വിനിത, ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മന്ത്രിസഭയിലെ പാർട്ടി മന്ത്രിമാരുടെ ഭിന്നത ഉന്നയിച്ചത് മുതിർന്ന നേതാവായ KR ചന്ദ്രമോഹനാണ്. ഇതേ തുടർന്നാണ് മന്ത്രിമാർ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ മന്ത്രിസഭയിലെ ഭിന്നതയെപ്പറ്റി വിശദീകരിക്കേണ്ടി വന്നത്. മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും പ്രസാദും ഈ മന്ത്രിസഭയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി എക്സിക്യൂട്ടീവിൽ വിശദീകരിച്ചു. ഇരു മന്ത്രിമാരും നൽകിയ വിശദീകരണം ഇതാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഒരു വലിയ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടായത്, കൃഷി വകുപ്പുമായി ആലോചിക്കാതെയാണ് കാർഷിക സർവകലാശാല കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊണ്ടുവന്നത്. ഇക്കാര്യം മാറ്റിവെക്കണമെന്ന് മന്ത്രിയോട് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വീണ്ടും ഇക്കാര്യം വന്നു. അപ്പോൾ ഇത് ബന്ധപ്പെട്ട വകുപ്പുമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ മന്ത്രി ചിഞ്ചുറാണി ഈ വിഷയം ഇപ്പോൾ മാറ്റിവെച്ചാൽ പിന്നീട് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചു. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് പ്രശ്നത്തിൽ സംസാരിച്ചത് എന്നാണ് ഇരു മന്ത്രിമാരും പാർട്ടി യോഗത്തിൽ നൽകിയ വിശദീകരണം. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ പാർട്ടി മന്ത്രിമാർ ഒരേ വിഷയത്തിൽ ഭിന്നമായ നിലപാടെടുത്തതിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ഒരു അതൃപ്തി രേഖപ്പെടുത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ പൊതുവികാരം തന്നെ ഈ ഭിന്നിപ്പിന് എതിരായിരുന്നു. അതായത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ച് ആയിരുന്നു ഈ വിഷയം മന്ത്രിസഭയുടെ പരിഗണനയിൽ കൊണ്ടുവരേണ്ടത്. അതുണ്ടാകാത്തത് ശരിയായില്ല എന്നാണ് എക്സിക്യൂട്ടീവിൻ്റെ പൊതുവികാരം. ഇതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിച്ചു. സ്വന്തം ഓഫീസിൽ അല്പം കൂടി ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്നായിരുന്നു പരിഹാസ രൂപേണയുള്ള സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം. എന്തായാലും ഈ തർക്കം വന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് വീണ്ടും വിഷയം മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് എത്തിക്കാനും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് മന്ത്രിമാർക്ക് അനുമതി നൽകി. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.